രാഹുൽ ഈശ്വറിനെതിരെ യുവജന കമ്മീഷൻ കേസെടുത്തു. മേഘമാധവൻ കോഴിക്കോട് നിന്ന് ചേർന്നു. മേഘ, എന്ത് സംഭവത്തിലാണ് ഇത്തരത്തിൽ യുവജന കമ്മീഷൻ രാഹുൽ ഈശ്വറിനെതിരെ കേസെടുത്തത്? വിനിഷ, ചാനൽ ചർച്ചകളിൽ ഇരുന്നു കൊണ്ട് സ്ത്രീത്വത്തെ അധിക്ഷേപിക്കുന്ന നിരന്തരം പരാമർശങ്ങളാണ് രാഹുൽ ഈശ്വർ നടത്തുന്നത്. ദിശ എന്നൊരു വനിതാ സംഘടന നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നിലവിൽ യുവജന കമ്മീഷൻ രാഹുൽ ഈശ്വറിനെതിരെ കേസെടുത്തിരിക്കുന്നത്. സംസ്ഥാന പോലീസ് മേധാവിയോട് യുവജന കമ്മീഷൻ നിലവിൽ റിപ്പോർട്ടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. പല ചാനലിൽ ഇരുന്നു കൊണ്ട് സ്ത്രീകളെ അവഹേളിക്കുന്ന പരാമർശം നിരന്തരം രാഹുൽ ഈശ്വർ നടത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്നുകൂടി യുവജന കമ്മീഷൻ അധ്യക്ഷൻ ചൂണ്ടിക്കാട്ടുന്നു. ചാനൽ സംവാദത്തിലാണ് പലപ്പോഴായി പല ചർച്ചകളിൽ സ്ത്രീകളെ അധിക്ഷേപിക്കുന്ന, പ്രത്യേകിച്ച് പരാതിക്കാരായ ഇരകളായ സ്ത്രീകളെ അധിക്ഷേപിക്കുന്ന പരാമർശം പല തവണയായി രാഹുൽ ഈശ്വർ നടത്തിയിട്ടുണ്ട്. പരാതി കൂടി പരിഗണിച്ചുകൊണ്ടാണ്, ഒരു പരാതി കൂടി വന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ സംസ്ഥാന പോലീസ് മേധാവിയോട് റിപ്പോർട്ട് നൽകാൻ വേണ്ടി യുവജന കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്, കേസെടുത്തിരിക്കുന്നത്. ഇതിനുശേഷം പോലീസ് റിപ്പോർട്ട് കിട്ടിയ ശേഷമായിരിക്കും രാഹുൽ ഈശ്വറിനെ നേരിട്ട് വിളിച്ച് കാര്യങ്ങൾ കേൾക്കുക. ഏതായാലും ചാനൽ മേധാവികൾ ഇത്തരത്തിലുള്ള ചർച്ചകളിൽ നിന്ന് ഇത്തരം പരാമർശങ്ങൾ നടത്തുന്ന ആളുകളെ ഒഴിവാക്കണം എന്നൊരു നിർദ്ദേശം കൂടിയാണ് യുവജന കമ്മീഷൻ മുമ്പോട്ട് വെക്കുന്നത്. ഇത്തരക്കാർക്ക് അവസരം കൊടുക്കുന്നത് ചാനലുകൾ ബഹിഷ്കരിക്കണം എന്നുകൂടി യുവജന കമ്മീഷൻ പറയുന്നു. ഏതായാലും ഹണി റോസ് ഉൾപ്പെടെ പരാതിക്കാരായ സ്ത്രീകളെ, ഇരകളായ സ്ത്രീകളെ നിരന്തരം അധിക്ഷേപിക്കുന്ന നിലപാടാണ് രാഹുൽ ഈശ്വർ സ്വീകരിക്കുന്നത്. ഹണി റോസിന്റെ പരാതി കേസ് ഉൾപ്പെടെ പരിഗണിച്ചുകൊണ്ടുകൂടിയാണ് യുവജന കമ്മീഷന്റെ നടപടി. ശരി, മേഘമാധവനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. രാഹുൽ ഈശ്വറിനെതിരെ യുവജന കമ്മീഷൻ കേസെടുത്തു. സ്ത്രീകൾക്കെതിരെ ചാനലിൽ ഇരുന്ന് മോശമായ അസഭ്യം പറയുന്നു എന്ന തരത്തിലുള്ള പരാതികൾ നിരന്തരം ലഭിച്ചതിനെ തുടർന്നാണ് യുവജന കമ്മീഷന്റെ ഭാഗത്തുനിന്നും ഇത്തരത്തിലുള്ള ഒരു നടപടി.